കേരളത്തിലെ മാധ്യമ ചർച്ച ചെയ്യുന്നുണ്ടോ? കേരളത്തിലെ മാധ്യമ ചർച്ച ചെയ്യുന്നത് ചോദ്യമാണ്. ഇന്ന് മെസ്സീനെയാണ് പ്രശ്നം. കേരളത്തിലെ മാധ്യമ ചർച്ച ചെയ്യുന്നുണ്ടോ? ഏറ്റവും സെൻസേഷണൽ വിഷയം ഇതാണ്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ടിവിയുടെ വാർത്തകൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യിപ്പിച്ചു ഈ സർക്കാർ എന്നുകൂടി പ്രേക്ഷകർ അറിയണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ ആദ്യം റിമൂവ് ചെയ്തിരിക്കുന്നത്. എത്ര റിമൂവ് ചെയ്താലും റിപ്പോർട്ടർ ടിവി അതിന്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് ആ വാർത്ത നൽകിക്കൊണ്ടേയിരിക്കും. ഈ ദൃശ്യമാണ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ഫേസ്ബുക്ക് വാർത്ത തടയുകയായിരുന്നു. അത് ഷെയർ ചെയ്തവരുടെ ഫീഡിൽ നിന്നും ഈ ഫേസ്ബുക്ക് വാർത്ത തടഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മകളുടെ പ്രതികളുമായി ബന്ധപ്പെട്ട വാർത്തയും പിന്നാലെ സമാനമായി നീക്കി. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ച ജോണിന്റെ മകളുടെ പ്രസ്താവന റിപ്പോർട്ടർ ടിവിയുടെ കാർഡ് ഫേസ്ബുക്കിൽ നിന്ന് നീക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. IT നിയമത്തിന്റെ ഭാഗമായുള്ള നടപടി എന്നാണ് മെറ്റയുടെ മറുപടി. പരാതിയുടെ പേരിലാണ് വാർത്ത നീക്കം ചെയ്തതെന്നും മെറ്റ സമ്മതിക്കുന്നുണ്ട്. കലാപാഹ്വാനം, മതസ്പർദ്ധ പോലുള്ള പോസ്റ്റുകൾ നീക്കാൻ വേണ്ടിയുള്ള നിയമം ഉപയോഗിച്ചാണ് സർക്കാർ മെറ്റയെ കൊണ്ട് ഇപ്പോൾ കടലിൽ കാണാതായ ജോണിന്റെ മകൾ സർക്കാരിനെതിരെ നടത്തിയ വിമർശനം പോലുള്ള കാർഡുകളെ MDMAയുമായി പോയ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ മാനേജറുടെ വാർത്തകളെയൊക്കെ ഇപ്പോൾ നീക്കിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ്. ഇതുകൂടി പ്രേക്ഷകർ ചേർത്ത് വായിക്കുമ്പോഴേ ഇതിന്റെ ആഘാതം എത്രത്തോളം മനസ്സിലാവൂ.